അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ഡി അത് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അല്ല, 4 സൈഡുമാണ് വന്നിരിക്കുന്നത്. അതിൽ ഇന്നത്തെ വീഡിയോ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്, ചതുർഭുജങ്ങളുടെ പരപ്പളവ്. 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽസ്. 8ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പാർട്ടായിട്ട് ചെയ്യുന്നു. ഓരോ പാർട്ടുകൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ഷോൺ ബിലോ? താഴെ തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നേരെ ഇക്വേഷൻ കൊടുത്താൽ മതി. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതാം. എ ഈസ് ഈക്വൽ ടു ഹാഫ് ഡി ഇൻറ്റു H1 പ്ലസ് H2. തന്നിട്ടുള്ള കാര്യങ്ങൾ ഡയഗണൽ തന്നിട്ടുണ്ട്. അതായത് ഡി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എന്നും ഹൈറ്റുകൾ H1 എടുക്കാം. H1 ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ എന്നും H2 ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡയഗണൽ 8 ഇൻറ്റു H1 പ്ലസ് H2, അതായത് 4 പ്ലസ് 6 ഈക്വൽ ടു 1/2 ഇൻറ്റു 8 ഇൻറ്റു 4 പ്ലസ് 6, 4 6 10 ഈക്വൽ ടു 2നെയും 8നെയും കട്ട് ചെയ്യാം. 4 ഇൻറ്റു 10, 40 സെൻറ്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഫോർ എനി ക്വാഡ്രിലേറ്ററൽ വിത്ത് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ദ ഏരിയ ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽസ്. ഒരു ചതുർഭുജത്തിൽ വികരണങ്ങൾ ലംബമായിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ചതുർഭുജത്തിൽ അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽസ്. ഡയഗണൽസിൻ്റെ വികരണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയായിരിക്കും എന്ന് തെളിയിക്കുക. നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABCD പടം വരച്ചിട്ടുണ്ട്. ABCD എന്ന ക്വാഡ്രിലേറ്റർ, അതിൽ നമുക്ക് 2 ട്രയാങ്കിളായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD ആണ്. ഈ 2 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ കൂട്ടിയാൽ ഈ ചതുർഭുജത്തിൻ്റെ ഏരിയ കിട്ടും, പരപ്പളവ് കിട്ടും. അപ്പോൾ നമുക്കത് ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BD ഇൻറ്റു AO. ആദ്യത്തെ സൈഡ് ബേസ് BD ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് AO പ്ലസ് ഹാഫ് ഇൻറ്റു താഴത്തെ ട്രയാങ്കിൾ, അതിൻ്റെ ബേസും BD തന്നെ. BD ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് OC ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BD കോമൺ ആയിട്ട് എടുത്തു. ഹാഫ് ഇൻറ്റു BD കോമൺ ആയിട്ട് എടുത്തു. ഹാഫ് BD ഇൻറ്റു AO പ്ലസ് OC. അപ്പോൾ ഇവിടെ ഹാഫ് BD ഇൻറ്റു AO ആയിരുന്നു ഒരു ട്രയാങ്കിൾ. അടുത്തതിൻ്റെ പരപ്പളവ് ഹാഫ് ഇൻറ്റു BD ഇൻറ്റു OC ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു BD അത് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. 2 ട്രയാങ്കിളും കോമൺ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു BD ഇൻറ്റു AO പ്ലസ് OC എന്ന് എഴുതും. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BD ഇൻറ്റു AO പ്ലസ് OC എന്ന് പറയുന്നത് AC ആണ്. AC. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു ഇതിൽ
ബി ഡി എന്ന് പറയുന്നത് ഒരു ഡയഗണലാണ്. അതുപോലെ എ സി എന്ന് പറയുന്നതും ഒരു ഡയഗണലാണ്. അപ്പോൾ ബി ഡിയും എ സിയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയഗണൽസ് ആണ്. നമ്മൾ രണ്ട് ട്രയാങ്കിൾ ആക്കി എടുത്തിട്ടാണ് ഇക്വേഷൻ കണ്ടുപിടിച്ചത്. അതായത് ഏരിയയുടെ ഇക്വേഷൻ, രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ കൂട്ടാനാണ് നമ്മൾ ശ്രമിച്ചത്. അത് വെച്ച് നമുക്ക് ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു എ സി എന്ന് കിട്ടി. അപ്പോൾ ബി ഡിയും എ സിയും ഇതിൻ്റെ വികരണങ്ങളാണ്, ഡയഗണലാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പെർപെൻഡിക്കുലർ ഡയഗണൽസ് ആണെങ്കിൽ ആ ഡയഗണൽസിൻ്റെ പ്രോഡക്റ്റ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതിയായിരിക്കും ഈ ചതുർഭുജത്തിൻ്റെ ക്വാഡ്രിലേറ്ററിൻ്റെ ഏരിയ. ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി ഈസ് ദ ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദി ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അല്ല, 4 സൈഡുമാണ് വന്നിരിക്കുന്നത്. അതിൽ ആ 12ഉം 16ഉം തമ്മിലുള്ള സൈഡ് അത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയഗണൽസും അതിൻ്റെ ഹൈറ്റും എല്ലാം കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പടം വരച്ച് പേരെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും അറിയാത്ത സൈഡുകൾ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കവിടെ ഡി സിയും ബി സിയും പെർപെൻഡിക്കുലർ ആണ് എന്ന് പടത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ബി ഡിയുടെ നീളം നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു ഡയഗണൽ കിട്ടും. ഡയഗണലായിട്ടോ ഹൈറ്റായിട്ടോ എടുത്ത് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിളായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ട്രയാങ്കിളിൻ്റെ അത് പ്രൂവ് ചെയ്യാനായിരുന്നു. എങ്കിലും നമുക്ക് രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടാണെങ്കിലും ക്വാഡ്രിലേറ്ററിനെ നമുക്ക് സോൾവ് ചെയ്യാം, ഏരിയ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ബി ഡി അതിൻ്റെ നീളം കണ്ടുപിടിക്കുന്നു. സ്മോൾ ഡയഗണൽ ബി ഡി ഈക്വൽ ടു, ബി ഡി ആ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ബി ഡി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 സ്ക്വയർ, അതായത് ബി സിയുടെ ലെന്ത് 16 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 256 പ്ലസ് 144 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 400 ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ബി ഡിയുടെ നീളം 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇനി അടുത്ത് ഹൈറ്റ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ, അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൻ്റെയും ഏരിയ കാണാം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ എന്നുള്ളത് എയോ ഈക്വൽ ടു, എയോ അവിടെ ഒരു പെർപെൻഡിക്കുലർ ബേസിലേക്ക് വരച്ചേക്കുന്നത്, കാരണം അത് ഐസോസിസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അത് അതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം നമുക്ക് ബി ഡിയുടെ ലെന്ത് നമുക്കറിയാം. അപ്പോൾ ബി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എയോ വരയ്ക്കുന്നു. അപ്പോൾ ആ പെർപെൻഡിക്കുലർ മിഡ് പോയിന്റിലേക്കായിരിക്കും. കാരണം രണ്ട് സൈഡിലും എ ഡിയും എ ബിയും 26 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് ഐസോസിസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് ആ എയോ എന്ന് പറയുന്നത് എയോയിലേക്ക് വരയ്ക്കുന്ന ഒ എന്ന് പറയുന്ന പോയിന്റ് ആ ബി ഡിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 20 കിട്ടിയതുകൊണ്ട് നമുക്ക് 10ഉം 10ഉം അതെടുക്കാൻ പറ്റും. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് എയോയുടെ ലെന്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എയോയുടെ ലെന്ത് കിട്ടിയാൽ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. അപ്പോൾ എയോ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 26 ആണ്. അപ്പോൾ 26 സ്ക്വയർ മൈനസ് അവിടെ ബേസ് നമുക്ക് ബി ഡി 20 ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ബി ഡി നമുക്ക് 20 കിട്ടി. അപ്പോൾ അതിലെ ഒരു സൈഡ് 20യുടെ പകുതി ആയിരിക്കും. അപ്പോൾ 10 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 676 മൈനസ് 100 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 576 ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ, സ്മോൾ ട്രയാങ്കിൾ ഞാനിവിടെ ബി സി ഡി എന്ന് പറയും, ഈക്വൽ ടു ഇവിടെ 16 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ട്രയാങ്കിൾ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നോ എങ്ങനെ എടുത്താലും നമുക്ക് 16 ഇൻറ്റു 12 ഈക്വൽ ടു ഈ 2നെ 16 വെട്ടാം. ഇവിടെ 8 ഇൻറ്റു 12 ഈക്വൽ ടു 96 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ എ ബി ഡി എന്ന ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ.
ഈക്വൽ ടു നമ്മൾ ട്രയാങ്കിളിൻ്റെ ബേസ് ബി ഡി നമുക്ക് അറിയാം, അതുപോലെ എയോ അതിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് 1/2 ഇൻറ്റു ബേസ് ബി ഡിയുടെ ലെന്ത് 20 ആണ്. 20 ഇൻറ്റു നമുക്ക് എയോയുടെ ലെന്ത് കിട്ടിയിട്ടുണ്ട് 24 ആണ്. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 20, 2നെയും കട്ട് ചെയ്യാം. ഇവിടെ 10 കിട്ടും. 10 × 24 ഈക്വൽ ടു 240 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ടോട്ടൽ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി നമുക്ക് കിട്ടിയ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടുക. അതായത് 96 + 240 ഈക്വൽ ടു 336 336 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഡയറക്റ്റ് നമുക്ക് ഡയഗണലും H1 വെച്ചിട്ട് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ആകെ നമുക്കറിയാവുന്ന കാര്യം 4 സൈഡ് അറിയാം, അതുപോലെ 2 സൈഡുകൾ പെർപെൻഡിക്കുലർ ആണെന്നും അറിയാം. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഡയഗണൽ വരച്ചു, ആ പെർപെൻഡിക്കുലർ സൈഡ് വെച്ച് ബി ഡിയുടെ ലെന്ത് കണ്ടുപിടിച്ചു. ഇനി ആ ബി ഡിയുടെ ലെന്ത് വെച്ചിട്ട് എ ബിയുടെയും എ ഡിയുടെ ലെന്ത് അറിയാം, അത് വെച്ച് നമ്മൾ എയോ അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു, ആദ്യത്തെ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചു. അങ്ങനെ 2 ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടി നമുക്ക് ക്വാഡ്രിലേറ്ററിലെ ടോട്ടൽ ഏരിയ കിട്ടി.